ഹായ്, ഞാനിന്ന് വന്നിരിക്കുന്നത് റംസാൻ സ്പെഷ്യൽ ഒരു റെസിപ്പി ആയിട്ടാണ്. നമുക്കിന്ന് ഇറച്ചിപ്പുട്ട് തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റിൽ വീട്ടിൽ ഇത് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല എളുപ്പമാണ്. അപ്പം നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുന്നേ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എല്ലാ റെസിപ്പീസിൻ്റെയും നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണേ. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഇറച്ചി വേവിച്ചെടുക്കണം. നമുക്ക് ചിക്കൻ അല്ലെങ്കിൽ ബീഫ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഞാനിവിടെ ബീഫാണ് എടുത്തിരിക്കുന്നത്. 1/2 കപ്പ് ബീഫ് കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് വെള്ളമേ ചേർക്കുന്നുള്ളൂ. വെന്ത് വരുമ്പോൾ ബീഫിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ 1/4 കപ്പ് വെള്ളം മതിയാവും. ഇനി കുക്കർ അടച്ചിട്ട് ഒരു 5 വിസിൽ വരെ ഞാൻ വേവിച്ചെടുക്കുകയാണ്. വിസിലിൻ്റെ എണ്ണം നിങ്ങളുടെ കുക്കർ അനുസരിച്ചിട്ട് മാറ്റം വരും. അപ്പോൾ നന്നായിട്ട് ബീഫ് വേവിച്ചെടുക്കുക. ബീഫ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് തണുക്കാൻ വയ്ക്കാം. തണുത്തതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് ഷ്രെഡ് ചെയ്തെടുക്കാം. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കുക. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ 2 നുള്ള് പെരിഞ്ജീരകം ചേർത്ത് പൊട്ടിക്കുക. പെരിഞ്ജീരകം പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതിലോട്ട് 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് കൂടെ ചേർത്തിട്ട് പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറിയിട്ടുണ്ട്. ഇതിലോട്ട് 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും 15 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുക. സവാളയെക്കാളും ടേസ്റ്റ് ചെറിയ ഉള്ളി ചേർക്കുമ്പോഴാണ്. ഇനി കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഉള്ളി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. മുളക് പൊടിയുടെ അളവ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. നമ്മൾ നേരത്തെ ബീഫ് വേവിച്ചപ്പോൾ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ നമ്മൾ മുളക് പൊടി കൂടുതൽ ഇട്ടാൽ എരി കൂടിപ്പോവും. അപ്പോൾ 1 ടീസ്പൂൺ ഇപ്പം ചേർക്കുക. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ബീഫ് ചേർത്തതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി. 1 ടീസ്പൂൺ മല്ലിപ്പൊടി. നമ്മൾ ചേർത്ത പൊടികളുടെയൊക്കെ പച്ചമണം മാറി വരണം. തീ ഓഫ് ചെയ്തിട്ട് 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. 1/2 മുറി തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. വലിയ തക്കാളി ആണെങ്കിൽ 1/2 മുറി എടുക്കുക. ചെറുതാണെങ്കിൽ 1 ചേർത്താലും കുഴപ്പമില്ല. ഇനി തക്കാളി നന്നായിട്ട് വഴറ്റിയെടുക്കണം. അടച്ചു വെച്ച് വേവിക്കാം. തക്കാളി വെന്ത് വന്നിട്ടുണ്ട്. ഇത് ബീഫ് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ ഒന്ന് അടിച്ചെടുത്തതാണ്. അത് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് എരിവും ഉപ്പും ഒക്കെ നോക്കുക. കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ മസാലയൊക്കെ ഈ ബീഫിൽ നന്നായിട്ട് പിടിച്ചു വരും. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി പുട്ടിന് നനച്ചെടുക്കുക. ഞാനിവിടെ 1 കപ്പ് പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത്. നേരത്തെ നമ്മൾ ബീഫ് വേവിച്ചപ്പോൾ 1/2 കപ്പ് ബീഫാണ് എടുത്തത്. സെയിം കപ്പിലാണ് പുട്ടുപൊടിയും അളന്നെടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1 നുള്ളു ജീരകപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ചൂടുവെള്ളം ഒഴിച്ച് കുഴയ്ക്കുമ്പോൾ പുട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വരും. ചൂടുവെള്ളം ആയതുകൊണ്ടാണ് ഞാൻ സ്പൂൺ ഇട്ട് കുഴച്ചെടുക്കുന്നത്. കുഴച്ചെടുത്തതിന് ശേഷം 5 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഇപ്പം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ ഈ പുട്ടുപൊടി ഒന്ന് ഡ്രൈ ആയിട്ട് വരും. അങ്ങനെയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് നനച്ചെടുക്കുക. ഈ പുട്ട് അവിച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ട് കുറ്റിയിലോട്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബീഫിൻ്റെ മസാല ഇട്ട് കൊടുക്കുക. മസാല എല്ലായിടത്തും ആവാൻ വേണ്ടിയിട്ട് സ്പൂൺ വെച്ചിട്ടൊന്ന് നീക്കി കൊടുക്കുക. സ്പൂൺ വെച്ച് നന്നായിട്ട് പ്രസ് ചെയ്യരുത്. എന്നാൽ ആവി പുറത്തോട്ട് വരില്ല, പുട്ട് വെന്ത് കിട്ടില്ല. അപ്പോൾ ചെറുതായിട്ടൊന്ന് നീക്കി ഇട്ട് കൊടുത്താൽ മതി. അതിനുശേഷം മാവ് ഇട്ട് കൊടുക്കുക. ഇനി തേങ്ങ ഇട്ട് കൊടുക്കുക. പിന്നെ മസാല ഇട്ട് കൊടുക്കുക. അതിനുശേഷം തേങ്ങയും പുട്ടുപൊടിയും മാറി മാറി ഇട്ട് കൊടുത്ത് പുട്ടുകുറ്റി നിറയ്ക്കുക. ഇനി ഇത് നമുക്ക് ആവി കയറ്റിയെടുക്കാം. ഒരു 10 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയെടുക്കാം. ഇപ്പോൾ പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് പാത്രത്തിലോട്ട് മാറ്റാം.
അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഇറച്ചിപ്പുട്ട് തയ്യാറായിട്ടുണ്ട്. നല്ല എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ. നമ്മൾ പുട്ടുണ്ടാക്കിയിട്ട് പിന്നെ കറി വയ്ക്കുന്ന അതേ ടൈമേ എടുക്കുള്ളൂ ഇതുണ്ടാക്കിയെടുക്കാനും. അപ്പോൾ റംസാനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ആയിട്ടൊക്കെ റെസിപ്പി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.